സദ്യയുടെ ഇപ്പോഴത്തെ കേരളീയ സദ്യയുടെ കാര്യം ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ നാവിൽ ആദ്യം വരുന്ന പേരാണ് പഴയുടെ മോഹനൻ നമ്പൂതിരിയുടേത്. അപ്പോൾ അദ്ദേഹം പാചകത്തിൻ്റെ 25 വർഷം തികയ്ക്കുകയാണ് ഈ വർഷം. മാത്രമല്ല നമുക്ക് ജനുവരിയിൽ നടക്കാൻ പോകുന്ന സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ അദ്ദേഹത്തിൻ്റെ 12ാമത്തെ യൂത്ത് ഫെസ്റ്റിവലാണ് അദ്ദേഹം സദ്യ ഒരുക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഞാനിപ്പോൾ ഉള്ളത് അദ്ദേഹത്തിൻ്റെ സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളും എങ്ങനെയായിരുന്നു ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത്? ഹലോ, നമസ്കാരം ലക്ഷ്മി. നമസ്കാരം. നമുക്ക് ഓഫീസിൽ ഇരുന്ന് സംസാരിക്കാം, അത് കഴിഞ്ഞ് വീട്ടിൽ പോകാം. ആയിക്കോട്ടെ. ഓക്കെ, വരും. മോസ്റ്റ് വെൽക്കം നമ്മുടെ അല്ലെങ്കിൽ എൻ്റെ ഓഫീസിലേക്ക് ഹൃദയപൂർവ്വമായ സ്വാഗതം. എന്നൊരു കുട്ടിക്കാലത്ത് താല്പര്യം ഉണ്ടായിരുന്നു പാചകം എന്ന കലയോട്. എങ്ങനെയാണ് ഇതിലേക്ക് കടന്നു വരുന്നത്? പാചകരംഗത്ത് വളരെ കാഷ്വലായി വന്നതാണ്. ഇതൊരു പാചകക്കാരനാവാൻ വേണ്ടി ബ്രോണാക്കോട്ടൊന്നും ആയിരുന്നില്ല. പ്രത്യേകിച്ച് ലെഗാസിയൊന്നും അവകാശപ്പെടാനില്ല. കുറേ ടെസ്റ്റുകളൊക്കെ എഴുതി ജോലിയൊന്നും കിട്ടാണ്ടായപ്പോൾ ബ്രാഹ്മിൺസിന് 2 ഓപ്ഷൻ ഉണ്ടോ, ഒന്നെങ്കിൽ ഏതെങ്കിലും അമ്പലങ്ങളിൽ ശാന്തി, ഇല്ലെങ്കിൽ പിന്നെ പാചകം. ഞാനതിൽ പാചകത്തിന്റെ ലൈൻ തിരഞ്ഞെടുത്തുന്നുള്ളത്. അപ്പോൾ കുടുംബത്ത് താങ്കൾ മാത്രമേ ഉള്ളൂ? എനിക്ക് ശേഷമോ എനിക്ക് മുൻപോ ആരുമില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എങ്ങനെയായിരുന്നു ആദ്യത്തെ പാചകം ചെയ്യാൻ പോയ ആ കാര്യം ഓർമ്മയുണ്ടോ? അല്ല, ഇവിടെ ഞങ്ങളുടെ അടുത്തൊരു ക്ഷേത്രമാണ്. നമ്മുടെ ഇവിടുത്തെ ഒരു 7 ഇല്ലക്കാരുടെ വകയായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്, ഒരു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. അവിടെ ഈ നാമജപത്തിന് വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കാൻ വേണ്ടി അവിടുത്തെ മേൽശാന്തി എന്നെ വിളിച്ചതാണ്. ഒരു 85 കാലഘട്ടങ്ങളിലൊക്കെ 100 പേരൊക്കെ മാക്സിമം ഒന്നും ഉണ്ടാവാറുള്ളൂ. ഇപ്പോഴും അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ആ തടപ്പള്ളിയിൽ നിന്ന് കിട്ടിയ അനുഭവ സമ്പത്തിൻ്റെ ഒരു ഗ്രേസ് പിന്നീടുള്ള പാചകരംഗത്ത് ഓരോ തവണ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുമ്പോൾ കാണാറുണ്ട്. അപ്പോൾ അത് അനുഗ്രഹമായിട്ട് കാണുന്നു. ഇപ്പോൾ കേരളത്തിൽ പാചകം അല്ലെങ്കിൽ സദ്യ എന്ന് പറഞ്ഞാൽ അത് പഴയുടെ മോഹൻ നമ്പൂതിരിയാണ്. എങ്ങനെയാണ് ഈ ഒരു അതല്ല, ഒരുപാട് ആൾക്കാർ എനിക്കൊന്നും അറിയാവുന്ന ഒത്തിരി നല്ല വെജിറ്റേറിയൻ പാചകക്കാരുണ്ട്. പക്ഷെ അവർക്കൊരു പ്രശ്നം വെക്കുന്നത് അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള വേദി അവർക്ക് കിട്ടിയില്ല. പാചകക്കാർ പ്രത്യേകിച്ച് എസ്പെഷ്യലി വെജിറ്റേറിയൻ പാചകക്കാർ കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് അവരെ ഒരു ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് കൊണ്ട് എനിക്കൊരു കുറച്ച് പ്രാധാന്യം വന്നു എന്നുള്ളതുള്ളൂ. അങ്ങനെയാണ് കേരളത്തിൽ കൂടുതൽ അറിയപ്പെടാൻ തുടങ്ങിയത്. പിന്നെ കലോത്സവങ്ങളാണ് എന്നെ ഇത്രയും പോപ്പുലറാക്കിയെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ലെങ്കിലും ആൾക്കാർ എന്നെ അറിയാൻ കൂടുതൽ സാധ്യത വന്ന കലോത്സവങ്ങളിലൂടെയാണ്. അപ്പോൾ അത് ഓരോ തവണ ചെയ്യുമ്പോഴും ഓരോരോ പരീക്ഷണങ്ങളിലൂടെയും ഓരോ വൈവിധ്യമാർന്ന മറ്റ് ഭക്ഷണങ്ങളിലൂടെ അതിൻ്റെ നിർമ്മാണത്തിലും വിതരണത്തിലും എല്ലാം കാണിച്ചു വെച്ചിരുന്ന മികവ് കൊണ്ടായിരിക്കും ആൾക്കാർ ഒരുപക്ഷെ അംഗീകരിക്കാൻ പറഞ്ഞത്. കലോത്സവ വേദികളിൽ ഭക്ഷണം ഒരുക്കുമ്പോൾ ഏറ്റവും വലിയ ടെൻഷൻ എന്താണ്? അവിടെയാണോ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിച്ചിട്ടുള്ളത്? കലോത്സവ വേദികളിൽ ഭക്ഷണം ഒരുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ, ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ തികച്ചും ഇൻഡെഫിനറ്റ് ആയിട്ടുള്ളൊരു കാര്യം മോസ്റ്റ് ഡെഫിനറ്റ് ആയിട്ടുള്ള മാനർ ചെയ്യുന്നതിലാണ്. പിന്നെ ഒരു സമയത്തും നമുക്ക് കൃത്യമായ മെമ്പേഴ്സിൻ്റെ എണ്ണം കിട്ടാറില്ല. ഒരു സമയത്തും കൃത്യമായ മെനു പോലും തത്സമയത്ത് ഫിക്സ് ചെയ്തിട്ട് കൊടുക്കേണ്ടതാണ്. പക്ഷേ എത്ര ആൾക്കാർ വന്നാലും അവർക്ക് അക്ഷയപാത്രം പോലെ നമ്മുടെ അടുക്കളയിൽ നിന്ന് ഭക്ഷണം കൊടുത്തുകൊണ്ടേയിരിക്കണം. അവിടെയാണ് എൻ്റെ ചലഞ്ച്. അപ്പോൾ അത് നമ്മൾ മാനേജ് ചെയ്യാൻ പഠിച്ചു. അത് അങ്ങനെ കൊടുക്കാനും കഴിയുന്നു. എല്ലാവർക്കും എല്ലാ ഐറ്റവും കിട്ടിയെന്ന് വരുന്നില്ലെങ്കിലും എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്നുള്ള ഗ്യാരണ്ടി ഉണ്ട്. അതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു എന്താ പറയുക, ഇപ്പോൾ സാധാരണഗതിക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം നമ്മൾ കൊടുത്ത് തുടങ്ങുമ്പോൾ തന്നെ വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണത്തിൻ്റെ ഒരു പകുതി എല്ലാം ഹാഫ് ബോയിൽഡായിട്ട് നിർത്തിയിട്ടുണ്ടാകും. അപ്പോൾ എക്സ്ട്രാ ആളുകൾ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് മേക്കപ്പ് കൊടുക്കാൻ പറ്റും. അത് ഓരോ തവണ അടുത്ത തവണത്തേക്കുള്ള നമ്മൾ കരുതി വയ്ക്കുന്നത് കൊണ്ട് ആ ഒരു കരുതൽ കൊണ്ടാണ് നമുക്ക് മുൻപോട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നത്. ഭക്ഷണവേദിയിൽ വലിയ പരാതികളൊന്നും ഇല്ലാതെ ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നതിൻ്റെ കാരണം. പാചക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയ നിമിഷം ഏതാണ്? അങ്ങനെ ഇപ്പോൾ എന്താ പറയുക, എപ്പോഴും എക്സൈറ്റ്മെൻ്റ് ആണ്. ഓരോ തവണയും ഓരോ പാചകം കഴിയുമ്പോഴും ആ എക്സൈറ്റ്മെൻ്റാണ് നമ്മൾ അടുത്തതിനെ കുറച്ചുകൂടി നന്നാക്കാനായിട്ട് നമുക്ക് പ്രചോദനം തരുന്ന കാര്യമാണ്. പിന്നെ ചില സ്ഥലങ്ങളിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ ഓഡിയത്തിലുണ്ടാകുന്ന വ്യത്യസ്തത അതൊക്കെ ചിലപ്പോൾ നല്ല എക്സൈറ്റഡ് ആവാം. ഇപ്പോൾ സ്കൂൾ കലോത്സവങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന 2013 മലപ്പുറത്ത് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം. അവിടെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് നമ്മൾ എപ്പോഴും എല്ലാവരോടും ചോദിക്കുമ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ളത് 7 ദിവസം കൊണ്ട്
33,000 ലിറ്റർ സാമ്പാർ അവിടെയുള്ള ആൾക്കാർ കഴിച്ചു തീർത്തു. അതായത് വെള്ളം അടിക്കുന്ന ലോറിക്ക് ചുരുങ്ങിയത് 6 ലോറി സാമ്പാർ 7 ദിവസം കൊണ്ട് മലപ്പുറംകാർ കുടിച്ചു തീർത്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വോളിയം വളരെ കൂടുതലാണ്. കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പൻസ് ഉണ്ടായത് അവിടെയായിരുന്നു. അതിനുശേഷം അതിന് മുൻപ് അത്ര ആൾക്കാരെ കണ്ടിട്ടില്ല. പിന്നെ മറ്റുള്ള പരിപാടികൾ നോക്കുകയാണെങ്കിൽ ഈ മണ്ണാർശാല ഐറ്റം പോലുള്ള ദൈവിക സ്ഥാനങ്ങളിൽ അവിടെയൊക്കെ 30,000 35,000 വരുന്നുണ്ട്. അത്തരം സംഭവങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് ചെട്ടിക്കുളങ്ങരയാണ്. ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിലെ സ്കന്ദപുരാണമൊക്കെ 2008 എൻ്റെ ഓർമ്മ. 15 ദിവസമായിട്ട് നടന്ന പ്രോഗ്രാമായിരുന്നു. 15-ാം ദിവസം 60,000-ന് മുകളിൽ ആൾക്കാർ ഒരു നേരം ഭക്ഷണം കഴിച്ചത്. ഒരുപാട് പ്രമുഖർ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പഴയടത്തിന്റെ കയ്യിൽ നിന്ന്. അപ്പോൾ അതിൽ ഏറ്റവും ഓർമ്മിക്കത്തക്കതായിട്ടുള്ള ഒരു നിമിഷം, ഏറ്റവും അവസാനം ഇപ്പോൾ നരേന്ദ്രമോദി അടക്കം നമ്മുടെ പ്രധാനമന്ത്രി അടക്കം, അപ്പോൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? പ്രധാനമന്ത്രിക്ക് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞ ഒരു നിയോഗമായിരുന്നു. അതൊരു ഞാൻ പോലും വിചാരിക്കാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ഫംഗ്ഷനാണ്. അതായത് BJP നാഷണൽ കൗൺസിലിന് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞതിൽ നരേന്ദ്രമോദി വരുമെന്നറിയാമായിരുന്നെങ്കിൽ ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം വന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷേ ഏതാണ്ട് 5,000-ഓളം ആൾക്കാർ പങ്കെടുത്ത ഉച്ചക്കത്തെ പ്രോഗ്രാമിൽ 1,000-ഓളം ആൾക്കാർ അറ്റ് എ ടൈമിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഒരു പന്തലിൽ അവർ മാത്രം കോർണർ ചെയ്യും. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള VVIPസിന് ഒരു 24 വരെ കോർണർ ചെയ്ത് വച്ചിട്ട് അവർക്ക് അവിടെ ഭക്ഷണം കൊടുക്കാൻ ഒരു സാഹചര്യം ഉണ്ടായി. അതിൻ്റെ ഒരു ടെക്നിക്കൽ ഭാഗങ്ങൾ അത് ഏറ്റവും കഷ്ടമായിരുന്നു. അതായത് പ്രധാനമന്ത്രി ഭക്ഷണം കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ കിച്ചൺ SPയുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞത്. തലേ ദിവസം വൈകുന്നേരന്മാർ ആൾക്കാരവിടെ ഇങ്ങനെ ഫുഡ് കമ്മിറ്റി ആൾക്കാരും ഫുഡ് ഇൻസ്പെക്ടേഴ്സ് SP ചേർത്തുള്ളവർ അവരുടെ കാവലിൽ ഭക്ഷണം പാചകം ചെയ്ത് പാത്രത്തിലാക്കി സീൽ ചെയ്ത് സ്ഥലത്തെത്തിച്ച് വിതരണം കൊടുക്കുന്നത് വരെയുള്ള നമുക്കൊരു വല്ലാത്തൊരു പ്രഷറുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ചെയ്യാണ്ട ബുദ്ധിമുട്ടുകളല്ല, അങ്ങനെ ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിൽ ആദ്യമായിട്ട് ഫേസ് ചെയ്യുക, അതിൻ്റെ ഒരു അങ്കലാപ്പ് മാത്രമേ ഉണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അതാണ് എനിക്കും സന്തോഷം തോന്നി. ഞാൻ കഴിച്ചത് ഇലയിട്ട് വളർത്തി എല്ലാ ഐറ്റങ്ങളും വൃത്തിയായിട്ട് കഴിച്ചെണീറ്റ് പോയി. അത് കഴിഞ്ഞ് നന്നായി കേരളത്തിലെ കേരളീയ ഭക്ഷണം ഒരു സദ്യ എന്നുള്ള രീതിക്ക് വെജിറ്റേറിയൻ മാത്രമായിട്ടുള്ള ഭക്ഷണം അദ്ദേഹം കഴിക്കുന്നത് ഒരു പക്ഷേ ഇവിടെ വെച്ച് തന്നെ ആയിരിക്കണം, ഇലയിട്ട് വളർത്തിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ല് അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടാവണം. കാരണം അത് ശരിക്കും എക്സ്പ്രസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊക്കെ മനസ്സിൽ സൂക്ഷിക്കാൻ അതേ ഉണ്ടാകുന്നത്. കാരണം ഫോട്ടോഗ്രാഫി സ്ട്രിക്റ്റ്ലി പ്രോഹിബിറ്റഡ് ആയിരുന്നത് കാരണം ഒരു ഫോട്ടോ എടുക്കാൻ അല്ലെങ്കിൽ അത്തരം തെളിവുകളൊന്നും എൻ്റെ കയ്യിൽ വയ്ക്കാൻ കഴിയുന്നില്ല. പക്ഷേ ആ ഒരു അനുഭവത്തിൻ്റെ ഓർമ്മകളൊന്നും ജീവിതത്തിലുണ്ടാവും. ഇപ്പോൾ അടുത്ത കലോത്സവം വരികയാണ്, എന്തൊക്കെയാണ് പുതിയ തയ്യാറെടുപ്പുകൾ? കലോത്സവങ്ങൾ തയ്യാറെടുപ്പുകൾ നമ്മൾ സാധാരണയ്ക്ക് നമ്മൾ ഫുഡ് കമ്മിറ്റിയിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അവിടെ കിട്ടുന്ന സാധനങ്ങളുടെ വൈവിധ്യം അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് പിന്നെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും പുതിയ ഐറ്റംസ് കൊടുക്കണമെന്ന് കിട്ടി കാണിക്കാൻ പറ്റുക. പിന്നെ ബഡ്ജറ്റുകൾക്ക് വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ പ്രത്യേകിച്ച് മുന്നൊരുക്കങ്ങളൊന്നും വേണ്ട, നമുക്ക് കിട്ടുന്നില്ല അത് നോക്കട്ടെ, തുടങ്ങി വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. എന്തായാലും ഭക്ഷണം എല്ലാവരും കൊടുക്കണം എന്ന് മാത്രമേ തീരുമാനിച്ചിട്ടുള്ളൂ. അവിടെ ഫണ്ടിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെ വെച്ച് മാനേജ് ചെയ്യണം. കലോത്സവങ്ങൾ എപ്പോഴും മാനേജ്മെൻറ്റാണ്. പാചകത്തിനപ്പുറത്തേക്ക് ഈ കിട്ടുന്ന ഫണ്ട് വെച്ചിട്ട് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് വരുന്നത്ര ആൾക്കാർക്ക് മനസ്സ് നിറച്ച് കഴിച്ച് കൊടുത്തയക്കുക എന്ന് പറയുന്നത് ഒരു മാനേജ്മെൻറ്റാണ് ഇതിൻ്റെ അകത്ത്. ഒരു പാചകം അതിൻ്റെ അകത്ത് സെക്കൻഡ് റോളുള്ളൂ. അതിപ്പോൾ എല്ലാവരെ കൊണ്ടും നമ്മൾ ചെയ്യിപ്പിക്കുമ്പോൾ അതിനേക്കാളുപരി കലോറയിലെ സ്റ്റോക്ക്, പ്രൊവിഷൻസിൻ്റെ സ്റ്റോക്ക്, ഉണ്ടാക്കിയ സാധനങ്ങളുടെ സ്റ്റോക്ക് കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ലതാണ് ഓരോ കലോത്സവത്തിൻ്റെയും വിജയം. പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ടോ പാചകത്തിൽ? അതോ പാരമ്പര്യമായിട്ടുള്ള വിഭവങ്ങൾ മാത്രമാണോ? വെജിറ്റേറിയൻ സദ്യക്ക് ഇംപ്രോവൈസേഷൻ പോസിബിലിറ്റീസ് വളരെ കുറവാണ്. കാരണം നമുക്കൊരു സാധാരണ അനുവദനീയമായിട്ടുള്ള കൂട്ടുകൾ അതൊക്കെ വച്ചിട്ട് ചെയ്യുമ്പോൾ നാടൻ സദ്യയിലേക്ക് എത്തുകയാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല. ആ സമയത്ത് ചൈനീസ് ഐറ്റംസൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ചെയ്യാൻ പറ്റും. മറ്റേ ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസ് അവിടെ അപ്ലൈ ചെയ്യേണ്ട ഗതികൾ വരാറുണ്ട്. അതുകൊണ്ട് അത് കുറേ ഒഴിവാക്കാറുണ്ട്. പിന്നെ പായസങ്ങളിൽ ഞാൻ ഒരുപാട് വെറൈറ്റി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഏതാണ്ട് 40ഓളം പായസങ്ങൾ നമുക്ക് പല സാധനങ്ങളുണ്ട്, പല രീതിയിൽ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ലാണ്ടൊരു പരീക്ഷണങ്ങൾക്ക് വലിയ സാധ്യതയില്ല. പിന്നെ ഇപ്പോൾ എല്ലാം കുക്കറി ഷോയുടെ കാലമല്ല, ഇൻസ്റ്റൻ്റായിട്ട് ഫുഡ് കിട്ടുന്ന ആൾക്കാർക്കാകുമ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്നിട്ട് എണീറ്റ് പോകുമ്പോൾ എന്തെങ്കിലും സാധനം കൊടുക്കാൻ വേണ്ടി ചില ഗിമ്മിക്കുകളൊക്കെ കാണിക്കുന്നുള്ളതിനപ്പുറത്തേക്ക് അതിന് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിന് പുറത്തും ഒരുപാട് സദ്യകൾ ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു, ആ അനുഭവങ്ങളൊന്ന് പറയാം. കേരളത്തിന് വെളിയിൽ
ചെയ്തിട്ടുണ്ട്, ധാരാളം ചെയ്തിട്ടുണ്ട്. കേരളത്തിന് വെളിയിൽ ചെയ്തിട്ടുണ്ട്, ഇന്ത്യക്ക് വെളിയിലും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓണാഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമുകളായിരുന്നു. ഹൈദരാബാദ്, അഹമ്മദാബാദ്, ചെന്നൈ, ബാംഗ്ലൂർ, ഡൽഹി, ഗുവാഹട്ടി എല്ലാം ചെയ്തു. അപ്പോൾ അവിടെയൊക്കെ ഓണാഘോഷങ്ങളായിട്ട് ബന്ധപ്പെട്ട മലയാളി കൂട്ടായ്മകൾ ഇത് കൊടുക്കുന്നതാണ്. പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല, വളരെ കുറച്ച് നമ്പേഴ്സ് ഉണ്ടാവുള്ളൂ, 300, 400, 500 ആൾക്കാർക്ക് എത്തും. അവിടെ നമ്മുടെ കേരളീയ ഭക്ഷണങ്ങൾ തന്നെ നമ്മൾ കൊടുക്കുന്നു. കേരളീയ വിഭവങ്ങൾ തന്നെയാണ് അവിടെ കൊടുക്കാറുള്ളത്. പുറത്തേക്ക് പോകുമ്പോൾ, ഇന്ത്യക്ക് വെളിയിൽ പോകുമ്പോൾ പാത്രങ്ങളുടെ സ്കേഴ്സിറ്റി വലിയ പ്രശ്നമാണ്. നമ്മളിവിടെ കൈകാര്യം ചെയ്ത് പഠിച്ച പാത്രങ്ങളൊന്നും അവിടെ കാണില്ല. കിട്ടുന്നത് വെച്ചിട്ട് ചെയ്യുക. അതുപോലെ വെജിറ്റബിൾസ് നമ്മുടെ ഇവിടെ കിട്ടുന്ന അത്രയും ഫ്രഷ് അല്ല, എങ്കിലും ചില സ്ഥലങ്ങളിൽ വളരെ നല്ല സാധനം കിട്ടും. ഇപ്പോൾ ഗൾഫ് ഏരിയയിലൊക്കെ സലാലയിൽ നല്ല സാധനം വരുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയ നല്ല പച്ചക്കറികൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഓസ്ട്രേലിയ. വളരെ ഒരു വിഷവും തളിക്കാത്ത ഓർഗാനിക് പച്ചക്കറികൾ തന്നെ കിട്ടുന്നുണ്ട്. പക്ഷെ ഗൾഫ് മലയാളികളുടെ ഓണാഘോഷം വലിയൊരാഘോഷമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്നത് ബഹ്റിനിലാണ്. ബഹ്റിൻ കേരളീയ സമാജം ഉണ്ട്. 5500 മുതൽ 6000 പേര് ഒരു ഇത്തവണ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ മസ്കറ്റിൽ വരുന്നുണ്ട്, ഇന്ത്യൻ കൾച്ചറൽ സെൻറ്റർ. അവിടെ ഒരു 4500 മുതൽ ആൾക്കാർ അവിടെ വരുന്നുണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ താരതമ്യേന 2000, 2500, 6 റേഞ്ചിലേക്ക് നിൽക്കാറാണ് പതിവ്. പക്ഷെ അവിടെ പിന്നെ പച്ചക്കറികൾക്കൊന്നും ബുദ്ധിമുട്ടില്ല. കേരളത്തിൽ നിന്ന് 3 മണിക്കൂർ കൊണ്ട് ഏത് സാധനം അവിടെ കിട്ടുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റില്ല. കേരളത്തിന് പുറത്ത് പോയി പാചകം ചെയ്തിട്ടുള്ളത് ഏതാണ് ഏറ്റവും റിസ്ക് ആയിട്ട് തോന്നിയിട്ടുള്ളത്? എല്ലാ റിസ്ക്കാണ്. അതിൻ്റെ പാർട്ടിസിപ്പൻസിനാണ് വെച്ച് നോക്കി ഏറ്റവും കൂടുതൽ ബഹറിലാണ് ഞാൻ പറയുന്നത്. മോഹനൻ നമ്പൂതിരിക്ക് ശേഷം ആര് എന്ന് ചോദിച്ചാൽ എനിക്ക് ശേഷം ഒരു തലമുറയെ കാണിക്കാനില്ല. കാരണം എൻ്റെ മകൻ MBA മാർക്കറ്റിംഗ് ആണ്, ബിസിനസ്സിലാണ് താല്പര്യം. പാചകരംഗത്ത് അത്ര താല്പര്യമില്ല. പിന്നെ ഞാൻ പഠിപ്പിച്ചു കൊടുത്ത, അല്ലെങ്കിൽ 25 വർഷമായിട്ട് 90കളിൽ തുടങ്ങിയതാണ് പാചകം. കലോത്സവങ്ങളിലൂടെ എസ്റ്റാബ്ലിഷ് ആയ 2003 മുതലായിരുന്നു. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഇപ്പോഴും എൻ്റെ കൂടുതൽ ജോലി എന്ന് കുറേ ആൾക്കാരുണ്ട്. അവരുള്ളിടത്തോളം കാലം ഇതൊക്കെ ഇങ്ങനെയൊക്കെ പോകും. അതിനുശേഷം എന്താണെന്നാണ് നമുക്കും പറയാൻ പറ്റില്ലല്ലോ. ഈ വെജിറ്റേറിയൻ്റെ ഒരു പ്രശ്നമാണ്. നോൺ വെജ് ആണെങ്കിൽ അതിൻ്റെ അകത്തൊരു കാറ്ററിംഗ് കോൺട്രാക്ടറൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റും. ഏതൊരാളെയും വെച്ചിട്ട് അതിന് കുറച്ച് അറിയാവുന്ന ഒരാൾക്കാരെ വെച്ചിട്ട് അവർക്ക് മാനേജ് ചെയ്ത് പാചകം ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ഇത് നോക്കിയാൽ മതി. പക്ഷേ വെജിറ്റേറിയൻ പാചകത്തിന് ദർ ഷുഡ് ബി ടച്ച് ഓഫ് ലവ്. പിന്നെ ഒരു കുറച്ച് ഡിവൈനിറ്റി ഉണ്ട്, ആ ഒരു കൺസെപ്റ്റിനുണ്ട്. അപ്പോൾ അതിനെന്തൊക്കെ നമ്മൾ പറയാം, നമ്മളെ കൈപ്പുണ്യം എന്നൊക്കെ നമ്മളിന് പറയാമെങ്കിൽ ഒരു പക്ഷേ അതൊരാൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് നമുക്ക് ഇൻബോണായിട്ടോ അല്ലെങ്കിൽ ഈശ്വരൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നൊരു കാര്യമാണ്. നമ്മളോടത്തോളം കാലം അത് ചെയ്തു കൊടുക്കുക എന്നുള്ളിടത്തുണ്ട് അത് അവസാനിക്കും മിക്കവാറും. എന്തൊക്കെയാണ് 2017 പുതുവർഷം, എന്തൊക്കെയാണ് പുതിയ പ്രതീക്ഷകൾ? ഭാവി നല്ലതാവണം, നല്ല പ്രതീക്ഷയിലാണല്ലോ ഓരോ ദിവസം കടന്നു പോകുന്നത്. ഇപ്പോൾ കുറച്ച് ഇവൻറ്റ് മാനേജ്മെൻറ്റ് രംഗത്തേക്കും കൂടി ഇപ്പോൾ കിടക്കുന്നുണ്ട്. എറണാകുളത്ത് ഓൾറെഡി ഇപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ഓപ്പൺ ചെയ്യാൻ പോകണം 25th. പിന്നെ ഞാൻ അടുത്തൊരു സങ്കല്പം എന്ന് പറയുന്നത് ഓർഗാനിക് വെജിറ്റബിൾസ് കൊണ്ട് മാത്രം സദ്യ കൊടുക്കുന്ന രീതിയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റണം. ഞങ്ങൾ ഒരു കൂട്ടായ്മയായിട്ട് കൂടിയിട്ട് കുറേ ആൾക്കാരെ അതിനെ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഓർഗാനിക് പച്ചക്കറികൾ മാത്രം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗാനിക് ഫാമിങ്ങിനെ കുറിച്ച് ആലോചിക്കുന്നു. അതിൻ്റെ കുറേ ഈ കേരളത്തിൽ കുറച്ച് സ്ഥലങ്ങളിലുണ്ട്, തമിഴ്നാട്ടിലും കുറേ സ്ഥലങ്ങളിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ആയിട്ട് 1-2 വട്ടം ഡിസ്കഷൻസ് കഴിയും. ഒരുപക്ഷെ നമ്മൾ ജാനുവരി ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ കൃഷി തുടങ്ങുകയാണെങ്കിൽ ഏപ്രിൽ മെയ്യോടുകൂടി നമുക്ക് പച്ചക്കറികൾ ഓർഗാനിക് കിട്ടി തുടങ്ങും. അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ ഓർഗാനിക് വെജിറ്റബിൾസ് കൊണ്ട് മാത്രം, വിഷരഹിത പച്ചക്കറി കൊണ്ട് ഭക്ഷണം കൊടുത്ത് അങ്ങനെ ഒരു സമൂഹത്തിനെ നിലനിർത്തണം അല്ലെങ്കിൽ കൊണ്ടുവരണം എന്നൊരാഗ്രഹമുണ്ട്. അതിനുള്ളൊരു വളരെ തീവ്രമായ പ്രയത്നത്തിലാണ് ഇപ്പോഴും. കുറേ നല്ല മനസ്സുകളായ ആൾക്കാർ ഇതിനോട് താല്പര്യം കാണിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെയും കൂടി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. മുൻപൊക്കെ നമുക്ക് പച്ചക്കറി കിട്ടുക, വെജിറ്റബിൾസൊക്കെ കിട്ടുമ്പോൾ വെള്ളരിക്കയൊക്കെ പണ്ട് എൻ്റെ ഓർമ്മയിൽ പെട്ടുന്ന കാലങ്ങൾ വെള്ളരിക്ക ഒരു വിളവ് കഴിഞ്ഞ് വെള്ളരിക്ക അടുത്ത വിളവ് കാലത്തേക്ക് അതിൻ്റെ വിത്തെടുത്ത് വയ്ക്കാൻ പറ്റാറുണ്ട്, കെട്ടിത്തൂക്കിയിട്ട്. ഇപ്പോൾ അതേസമയത്ത് വെള്ളരിക്ക പറിച്ചിട്ട് കഴിഞ്ഞാൽ 3-ാം ദിവസം അതൊന്നും ഇല്ലാണ്ടാവും, വായുവിൽ ലയിച്ചു പോകും, അതുപോലെ അങ്ങോട്ട് അട്ടുപോകും. അപ്പം അതിൻ്റെ അകത്ത് അത്രമാത്രം കീടനാശിനികൾ അതിൻ്റെ അകത്ത് പ്രയോഗിക്കപ്പെടുന്നതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അത് മാറ്റിയിട്ട് ഓർഗാനിക് വെജിറ്റബിൾസിന് വന്നു കഴിഞ്ഞാൽ ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും ശുദ്ധമായ ഭക്ഷണം കിട്ടുമ്പോൾ മനസ്സിന് ശുദ്ധമാകും, പ്രവൃത്തിനും ശുദ്ധമാകും, ചിന്തകളും ശുദ്ധമായിട്ട് മാറും. അപ്പോൾ അതൊരു സമൂഹത്തിനെ തന്നെ നമ്മളപ്പോൾ അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ആ ഒരു കൺസെപ്റ്റ്